നമ്മൾ ഈ ശ്മശാനത്തിൽ കുറച്ച് അധികം ദിവസങ്ങൾ ഒന്നിച്ച് നിൽക്കുമ്പോൾ ചെറിയൊരു മുഷിപ്പ്, ആവർത്തന വിരസ എന്ന് പറയുന്ന പോലെ എന്നും ഇങ്ങനെയുള്ളൊരു കെട്ടിമറച്ചിൽ. അപ്പോൾ എന്നാൽ ശരി, എവിടേക്കെങ്കിലും പോവാം. അങ്ങനെ ഉള്ള യാത്രകൾ, ഹിമാലയ യാത്രകൾ ഉണ്ടാവാറുണ്ട്. കാശി, ബദരിനാഥ്, അങ്ങനെ കൈലാസ യാത്ര ഉണ്ടായിട്ടുണ്ട്, അമർനാഥ്. ഗംഗയുടെ ഉത്ഭവം മുതൽ ഗംഗാസാഗറിലേക്ക് എത്തുന്ന വരെയുള്ള യാത്രകൾ, ശാന്തിനികേതൻ പോലുള്ള കേന്ദ്രങ്ങൾ, BHU, അങ്ങനെ ഒറീസയിൽ ജഗന്നാഥപുരി ക്ഷേത്രം. ഇതിൽ പ്രധാനമായിട്ടും ശ്മശാനങ്ങളിലും ഞാൻ പോവാറുണ്ട്. ഓരോ പ്രദേശത്തെ ചടങ്ങുകൾ, വ്യത്യസ്ത ആചാരങ്ങൾ, ഓരോ വിഭാഗം ആളുകളുടെ വിശ്വാസങ്ങൾ, ഇത് ശവസംസ്കാരത്തിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ അന്ത്യേഷ്ടിക്രിയകളിൽ എങ്ങനെയാണ്, ആ വ്യത്യാസങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ സഞ്ചരിച്ചിട്ടുണ്ട്. ഈ കാലങ്ങളിലൊക്കെയും വ്യത്യസ്ത സംസ്കാരക്രിയകൾ നടത്തുന്ന അല്ലെങ്കിൽ മൃതദേഹം ഭക്ഷണമായിട്ട് മറ്റ് ജീവജാലങ്ങൾക്ക് കൊടുക്കുന്ന ആചാരങ്ങളുള്ള സ്ഥലങ്ങളുണ്ട്. അതിൽ ഈ പാഴ്സികൾ ചെയ്യുന്ന രീതിയിലുള്ള ശവസംസ്കാരത്തിൻ്റെ ചടങ്ങ്, അവരതിനെ ഒരു പക്ഷികൾക്കുള്ള ഭക്ഷണമായിട്ടാണ് ആ മൃതശരീരം അവർക്ക് കൊടുക്കുകയാണ് ചെയ്യുക. ഇതുപോലെ തന്നെ ഈ മൊണാസ്ട്രികളിലുണ്ട്. മൊണാസ്ട്രികളിൽ അവരുടെ ചില രീതികളുണ്ട്. രസകരമായ രീതിയിൽ അവരതിനെ ജീവജാലങ്ങൾക്ക് ഭക്ഷണം ആക്കുന്ന, ഉപേക്ഷിച്ച് കളയുന്നതുണ്ട്. പോസ്റ്റ്മോർട്ടം പോലുള്ള ഒരു ടേബിളിൽ കടത്തിയിട്ട് അവരതിനെ കഷ്ണമായി മുറിച്ച് ജീവജാലങ്ങൾക്ക് കഴിക്കുന്നതിന് പാകത്തിന് കട്ട് ചെയ്ത് പക്ഷികൾക്കും അതുപോലെ മൃഗങ്ങൾക്കും ഒക്കെ കൊടുക്കുന്ന, അപ്പോൾ അത് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. എന്താണ് ഒരു അലുവ മുറിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു പഴം മുറിച്ച് കഷ്ണമാക്കുന്നത് പോലെ മരിച്ച ഒരാളുടെ ശരീരത്തിനെ കഷ്ണാക്കി അവരത് പക്ഷികൾക്കും, അതൊരു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മൊണാസ്ട്രികളിലാണ്. നേപ്പാളിൻ്റെ ആ ഭാഗത്തേക്ക് ശരിക്കും നമ്മൾ ഗോരഖ്പൂരിൽ നിന്ന് കാഠ്മണ്ഡുവിലേക്ക്, അല്ലെങ്കിൽ നേപ്പാളിലെ അതിർത്തി പ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ അവരൊരു വലിയൊരു ചടങ്ങാണത്. സന്യാസി സമ്പ്രദായത്തിലുള്ള ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവരേതോ ഒരു ഗ്രൂപ്പിൻ്റെ ഈ ജലസമാധി പോലെ, നമ്മൾ ഒരാളോട് പറഞ്ഞാൽ അവരത് വിശ്വസിക്കില്ല, കാരണം അവർക്ക് ആ അനുഭവത്തിലില്ലാത്തതാണ്. ജലസമാധി എന്ന് പറഞ്ഞാൽ, സമാധി വെക്കുന്നത് സാധാരണ മണ്ണിൽ കുഴിയെടുത്ത് കുഴിച്ച് അങ്ങനെ ചെയ്യുന്നതാണ് ആളുകൾക്ക് നിശ്ചയുള്ളൂ. വെള്ളത്തിൽ കല്ല് കെട്ടി മൃതശരീരം സന്യാസിമാരെയാണ് സാധാരണ ചെയ്യാറ്. ഇത് ഹരിദ്വാറിലുണ്ട്. നമുക്ക് ഏറ്റവും അടുത്ത് കാണാവുന്ന ഒരു കേന്ദ്രം ഹരിദ്വാറിൽ നീൽധാര എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ സന്യാസിമാരെ ജലസമാധി ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ശവസംസ്കാരം നടത്തുന്ന രീതികളും അതിന് ശേഷമുള്ള പ്രാർത്ഥനകളും, ഇത് ഒക്കെ മനസ്സിലാക്കാൻ അന്നത്തെ യാത്രകൾ വളരെ സഹായിച്ചിട്ടുണ്ട്. ദീർഘദൂരം നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഓരോ പ്രദേശത്തു നിന്ന് വേറൊരു പ്രദേശത്തേക്ക് പോകുമ്പോൾ എത്ര രസകരമായ അല്ലെങ്കിൽ വിചിത്രങ്ങളായിട്ടുള്ള അനുഭവങ്ങളാണ് നമുക്കുണ്ടാകുന്നത്. ഇതെല്ലാം ജീവിതവുമായിട്ട് റിലേറ്റഡുമാണ്. ഈ കാലത്ത് തന്നെ ഈ യാത്രകൾക്ക് ശേഷം ഇവിടെ വരുന്ന സമയത്ത് നമ്മളുടെ സുഹൃത്തുക്കളായിട്ടുള്ള കുറേ ആളുകളുമായി ഇതിൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന സമയത്ത് അവർക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ നമ്മളോട് പറയും. അപ്പോൾ ശരിക്കും ഒരു മീറ്റിംഗ് സ്പേസ് കൂടിയായിരുന്നു. ആ മീറ്റിംഗ് ഒരു സമ്മേളന സ്ഥലമായിരുന്നു അല്ല, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. കാരണം ഒരുപാട് വിശേഷങ്ങൾ പറയുന്നൊരു കേന്ദ്രമാണ്. എനിക്കിവിടുന്ന് അധികം സമയം പുറത്തു പോകാൻ പറ്റാത്തതുകൊണ്ട് കാണാനുള്ള ആളുകൾ ഇവിടെ വന്ന് ഞങ്ങൾ ഇരിക്കുന്ന ഒരു രീതിയുണ്ട്. കുറേ വളരെ വൈകുന്നവരെ സംസാരിച്ചിരിക്കുകയും അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്ന അത് വളരെ രസകരമായ ഓർമ്മകളുണ്ട് അതിൽ. വളരെ അടുത്ത സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ നമുക്ക് അടുത്ത ബന്ധുക്കൾ, അല്ലെങ്കിൽ നമ്മുടെ ഗുരുനാഥന്മാർ, കൂടെ ജോലി ചെയ്തിരുന്ന ആളുകൾ, അങ്ങനെയുള്ള മരണങ്ങളും നമ്മളെ ഒന്ന് ഒലയ്ക്കും. കാരണം എത്രയോ ലക്ഷക്കണക്കിന് മൃതശരീരങ്ങൾ ഇതിനകം നമ്മൾ സംസ്കരിച്ചു കഴിഞ്ഞു എങ്കിലും ചില മരണങ്ങൾ നമ്മളെ ഒന്ന് കുലുക്കുന്നതായിരിക്കും. അത് മറ്റുള്ളവർക്കുള്ള അത്ര ആഴത്തിൽ, ഇല്ലെങ്കിൽ അത്ര അധികം ദൈർഘ്യത്തിലില്ലെങ്കിലും കുറച്ച് ദിവസത്തേക്കെങ്കിലും അതിൻ്റെ ഒരു കുലുക്കം, ആ കുലുക്കം നമ്മളിലുണ്ടാവും. അപ്പോൾ സാധാരണ എന്നും ഈ കൈകാര്യം ചെയ്യുന്ന
ഒരു വിഷയം നമുക്ക് വന്നു പെടുമ്പോൾ നമ്മളിത്ര ഒരു ഉലഞ്ഞു എങ്കിൽ ഈ മരണവുമായോ അല്ലെങ്കിൽ ഈ ഒരു ചിന്തയോ ഇല്ലാത്ത ഒരാളെ അത് എത്രമാത്രം അവരുടെ മനസ്സിനെയും ശരീരത്തിനെയും ബാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് പിതൃകർമ്മത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകാൻ കാരണം. ഇതിൽ നിന്ന് ഈ ക്ഷതത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു വലിയ മരത്തിൽ നിന്ന് മരത്തിനോളം പോകുന്ന ഒരു ചില്ല അടർന്നു വീഴുമ്പോഴുള്ള മരത്തിൻ്റെ ആ ഇളക്കം അല്ലെങ്കിൽ ക്ഷതം, ഇത് ആ മരത്തിനെ നന്നായി ബാധിക്കും. അങ്ങനെ ആ ഒരു അർത്ഥത്തിൽ നമ്മൾ പിതൃക്രിയകളെ മനസ്സിലാക്കുമ്പോൾ ഒരാളെ ഭംഗിയായി യാത്ര പറഞ്ഞ് വിട്ടു, അയാൾ യാത്ര നമ്മൾ ശരിയെന്ന് പറഞ്ഞ് അവരെ യാത്രയാക്കിയെങ്കിൽ പോലും അതിനുശേഷം വരുന്ന ഈ ക്രിയാകർമ്മങ്ങളുടെ പ്രാധാന്യത്തെപ്പറ്റി മനസ്സിലാക്കാനും പഠിക്കാനും അങ്ങനെ ഇതിൻ്റെ വിശ്വാസപരമായ കാര്യങ്ങളും തത്വങ്ങളും എന്താണെന്നും ഒക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞതും ഏതാണ്ട് ഈ നമ്മൾ തമാശ കളിച്ച് കണ്ടിരുന്ന കാര്യത്തിനെ ഗൗരവമായി കണ്ട കാലം ഈ യാത്രകളുടെ കാലത്താണ്. അങ്ങനെയാണ് നമ്മളിതിൻ്റെ ക്രിയകൾ ശരിയായ അർത്ഥത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനും ഗുരുനാഥന്മാർ നമ്മളെ വളരെ സഹായിച്ചു. ഈ നേരത്തെ പറഞ്ഞ ചിന്നൻ നായർ തൽക്കാലം ഇവിടെ നടത്തുന്ന അന്ത്യേഷ്ടിക്രിയകളുടെ ഒരു ബാലപാഠം തന്നു എങ്കിൽ പിന്നെ നമ്മൾ ഇത്തരം കേന്ദ്രങ്ങളിൽ പോയി ഓരോ ആളുകളെയും കണ്ട് അവരോട് സംസാരിച്ച് സംശയം ചോദിച്ച് നിവർത്തിച്ചാണ് നമ്മൾ ഇതിൻ്റെ കാര്യങ്ങളെ കൊണ്ടു നടന്നിരുന്നത്. ആ സംശയങ്ങളൊക്കെ തന്നെ കുറച്ചും കൂടെ വലിപ്പത്തിൽ ഇപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ട്. കാരണം നമുക്ക് നേരിട്ട് ബോധ്യമുള്ള കാര്യങ്ങളല്ല, പക്ഷേ ഏതാണ്ട് നിഗമനങ്ങളിൽ എത്താൻ കഴിയും. ഇന്നതാണ്. ആ നിഗമനങ്ങളൊക്കെ തന്നെ നമുക്ക് ശരിയായിട്ട് തോന്നിയിട്ടുണ്ട്. എല്ലാ സംശയങ്ങൾക്കും ഉത്തരം തരുന്ന പ്രകൃതി നമ്മളുടെ ഏത് സംശയത്തിനും അല്പം വൈകിയെങ്കിൽ പോലും നമുക്ക് വ്യക്തവും പിന്നെ കൃത്യവുമായ ഉത്തരം തരും. അതുകൊണ്ടാണ് ഈ ഉത്തരം മുട്ടുമ്പോൾ നമ്മൾ മേപ്പെട്ട് നോക്കുക എന്ന് പറയും. ഉത്തരം മുട്ടുമ്പോൾ മേപ്പെട്ട് നോക്കുന്ന പ്രകൃതിയോട് ചോദിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് അത് പറയുന്നത്. ഉത്തരം മുട്ടുമ്പോൾ മേപ്പെട്ട് നോക്കുക എന്ന് പറഞ്ഞാൽ ഉത്തരം മുട്ടുമ്പോൾ മേപ്പെട്ട് നോക്കാൻ വളരെ വിശാലമായ പ്രകൃതി നമുക്കതിനുള്ള ഉത്തരം കരുതി വെച്ചിട്ടുണ്ട്. പണ്ട് പറയും, പഴഞ്ചൊല്ല് പറയുന്ന പോലെ മേപ്പെട്ട് നോക്കുക നമ്മൾ കണ്ണും കാതും തുറന്നു പിടിച്ച് പ്രകൃതിയിലേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം കിട്ടും എന്നുള്ളതാണ്. അത് ഈ ശ്മശാനവുമായി ബന്ധപ്പെട്ടിട്ട് മാത്രമല്ല, കാടാണെങ്കിലും മലയാണെങ്കിലും കടലാണെങ്കിലും അവർക്ക് അതിൻ്റെ ഉത്തരം പ്രകൃതി കൊടുക്കും. കാരണം കാടിൻ്റെ ആ ഒരു ശാന്തത, സമുദ്രത്തിൻ്റെ ശാന്തത എന്ന് പറഞ്ഞാൽ നമ്മളെ പേടിപ്പെടുത്തുന്നതാണെങ്കിൽ പോലും ഈ വളരെ ശാന്തമായിരിക്കുന്ന സമുദ്രത്തിനെ കണ്ണും കാതും തുറന്നു പിടിച്ചു നോക്കിയാൽ അനവധി അനുഭവങ്ങളും സത്യങ്ങളും നമ്മളിലേക്ക് വരും. ഇത് കാടായാലും മലയായാലും ശ്മശാനമായാലും കടലായാലും കണ്ണും കാതും നമ്മൾ തുറന്നിരുന്നു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം നമുക്ക് പ്രകൃതി തരും എന്നുള്ളത് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. ശ്മശാനത്ത് നമ്മൾ സമയം ചെലവഴിക്കുമ്പോൾ മരണം എന്ന് പറയുന്ന ഒറ്റ വാക്കിലാണ്. പക്ഷേ മരണങ്ങളുടെ സ്വഭാവങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ സാധാരണ ഒരാൾ പ്രായമായി 90 100 വയസ്സിൽ മരിക്കുന്നു, ചില ആളുകൾ അപകടങ്ങളിൽ പെട്ട് മരിക്കുന്നു, ചില ആളുകൾ ആത്മഹത്യ ചെയ്യുന്നു, ചില കൊലപാതകങ്ങൾ നടക്കുന്നു, ചില മരണങ്ങൾ എങ്ങനെ മരിച്ചു എന്ന് കൃത്യമായി ഉത്തരമില്ലാത്ത മരണങ്ങൾ വരുന്നു. ഇതുപോലെ തന്നെ അനാഥരായിട്ടുള്ള ആളുകൾ മരണപ്പെടുന്നു, വഴിയരികിൽ കടന്നു മരിക്കുന്നു, അനാഥാലയങ്ങളിൽ മരിക്കുന്നു. അപ്പോൾ മരണത്തിനെ നമ്മളൊരു മരണം എന്നുള്ള അർത്ഥത്തിൽ കാണുകയാണെങ്കിൽ പോലും മരണത്തിൻ്റെ സൂക്ഷ്മതയിലേക്ക് വരുന്ന സമയത്ത് ഈ പറഞ്ഞ അല്ലെങ്കിൽ വിഷം കഴിച്ചു മരിക്കുന്നു, വിഷം കൊടുത്തു കൊല്ലുന്നു, പിന്നെ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നു, വെള്ളത്തിൽ മുക്കി കൊല്ലുന്നു തുടങ്ങി രസകരമായ ഇതിൻ്റെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന് അല്ലെങ്കിൽ ഒരു കൗതുകമുള്ള ഒരാൾക്ക് മരണത്തിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന അതിഭയങ്കരമായ സംഗതികളുണ്ട്. ഇതിൻ്റെ പിന്നിൽ നമ്മൾ അന്വേഷണത്തിന് വേണ്ടി ഇല്ലെങ്കിൽ ആ ഒരു ശ്രദ്ധയോടുകൂടി നമ്മൾ കൂടുമ്പോഴാണ് ഈ ജന്മവും ജീവിതവും ആയുർദൈർഘ്യവും മരണവും അല്ലെങ്കിൽ ഇതിൻ്റെ കാരണങ്ങളും നമുക്ക് ഇന്ന് നമ്മൾ പറയും മരിച്ചു, ആളൊരു യോഗം, എങ്ങനെ ജീവിക്കേണ്ട ആളായിരുന്നു അല്ലെങ്കിൽ എങ്ങനെ ഇരിക്കേണ്ട ആളായിരുന്നു, ഇത്രയേ ഉള്ളൂ എന്നും പറയും. പക്ഷേ ഒരാൾ ജനിച്ച് ഭൂമിയിലേക്ക് വരുമ്പോൾ തന്നെ അയാളുടെ കാര്യങ്ങൾ ഏതാണ്ട് നിശ്ചയിക്കപ്പെട്ട് വരുന്നു എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. പല അപൂർവങ്ങളായിട്ടുള്ള സംഗതികളിൽ ബോധ്യപ്പെട്ടുള്ള കാര്യം, എങ്ങനെയോ നശിച്ചു പോണ്ട കുറേ ആളുകൾ, ജന്മങ്ങൾ, അവർ അതിഭയങ്കരമായ പ്രോസ്പെരിറ്റിയിലെത്തുകയും
അവർ സമൂഹത്തിനും സൊസൈറ്റിക്കും ഒക്കെ വളരെ സഹായിയായി മാറുകയും ഒരിക്കലും നമ്മൾ ഇങ്ങനൊരു പൊസിഷനിൽ എത്തുന്നു വിചാരിക്കാത്ത ആളുകൾ ഭയങ്കര പൊസിഷനിലെത്തുകയും ഏതോ പൊസിഷനിൽ ഉണ്ടായിരുന്ന ആളുകൾ ഒന്നുമല്ലാതെ മരിക്കുകയും ഒന്നുമല്ലാതിരുന്ന ആളുകൾ ഇടക്കാലത്ത് ഈ നമ്മൾ പറയില്ലേ മാനസികമായിട്ടുള്ള ഒരു തോന്നലിൽ ആൾ ഇങ്ങനെ മാറിപ്പോയി, ഇപ്പോൾ ആൾ ഇങ്ങനെയാണെന്ന് പറയുന്ന പോലെ അവർ മരണം വരെയുള്ളൊരു കാലം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവരെയൊക്കെ നിയന്ത്രിക്കുന്ന ഏതോ അദൃശ്യങ്ങളായിട്ടുള്ള ഗംഭീര സംഗതികളാണ് കൊണ്ടു നടക്കുന്നത്. അതുകൊണ്ട് ഇന്നത് ഇങ്ങനെ ഇല്ലെങ്കിൽ അങ്ങനെ ഉള്ള കാര്യങ്ങൾ ഇതിങ്ങനെ നടക്കുമ്പോൾ അതിൻ്റെ പൂർവ്വനിശ്ചിതമായ കാര്യങ്ങളിൽ ഊന്നിയിട്ടുള്ളതാണെന്നുള്ള തിരിച്ചറിവില്ലാതെ വരുമ്പോൾ താനാണ് എല്ലാം ചെയ്തത്, എൻ്റെ കഴിവ് കൊണ്ടാണെന്നുള്ള തോന്നൽ, അങ്ങനെയല്ല, തനിക്ക് യാതൊരുവിധ ശേഷിയുമില്ലെന്നും ഇത് പൂർവ്വനിശ്ചയമാണെന്നും നമ്മളിതിലത്തെ കളിപ്പാട്ടം മാത്രമാണെന്നുള്ളൊരു ബോധ്യത്തിലേക്ക് നമുക്ക് കണ്ടെത്താൻ കഴിയും. അതിനർത്ഥം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യരുതെന്നോ അല്ലെങ്കിൽ ഉദ്യമം വേണ്ടാന്നോ അല്ലെങ്കിൽ ഉദ്യമം, സാഹസം, ധൈര്യം, ബുദ്ധിശക്തി, പരാക്രമം ആണ് ഈ ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ ദൈവാനുഗ്രഹം ഉണ്ടെന്നാണ് പറയുക. പക്ഷേ ദൈവം നിശ്ചയപോലെ തന്നെ നടക്കൂ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണെന്ന് ഞാൻ തീരുമാനിക്കരുത്. നമ്മൾ അത്യധ്വാനം ചെയ്യണം. ആ ചെയ്യുന്നത് പ്രകൃതിയുടെ അനുഗ്രഹത്തോടു കൂടിയിട്ട് പ്രകൃതി നമുക്ക് ഒരുക്കി വെച്ചിട്ടുള്ള ആ വിധാനത്തിൽ സത്യസന്ധമായി നമ്മൾ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരാൾക്ക് ജീവിതത്തിൽ ഇത്തരത്തിലുള്ള കഷ്ടങ്ങളെ മറികടക്കാൻ കഴിയുമെന്നുള്ളത് ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. വാസ്തവത്തിൽ ശ്മശാനം മരണം കൈകാര്യം ചെയ്യുന്നൊരു കേന്ദ്രമാണെങ്കിലും അവിടെ ജീവിതത്തിൽ എന്തൊക്കെ എങ്ങനെയൊക്കെ എന്നുള്ള ആ ഒരു സാധനത്തിന് പഠിക്കാൻ പറ്റി. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു യൂണിവേഴ്സിറ്റിയാണ്, ഒരു സർവകലാശാലയാണ്. ആ മണ്ണിൽ നിന്ന് നമ്മൾ പഠിക്കണം. മരണം ഭയമാണ്. ഭയം ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ളത് മരണഭയമാണ്. ആ ഭയത്തിൽ നിന്ന് മോചനം കിട്ടിയാൽ മാത്രമാണ് നമ്മൾക്ക് സ്വതന്ത്രനാവാനും കഴിയൂ. അതുകൊണ്ട് ഇത്തരം കേന്ദ്രങ്ങളിലൊക്കെ ചെറിയ പ്രായത്തിൽ തന്നെ പോവുകയും മനസ്സിലാക്കുകയും ഇത് നമ്മളെയും ബാധിക്കുന്നതാണ് എന്നുള്ള അർത്ഥത്തിൽ അതിനെ കാണുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മളെ ഭയപ്പെടുത്തുന്ന ഒന്നും തന്നെ ഈ ഭൂമുഖത്തില്ലാത്ത ഉണ്ടാവാതിരിക്കാനുള്ള ആ ഒരു, ഇല്ലെങ്കിൽ നമ്മളെ ഭയപ്പെടുത്താൻ ഒന്നിനും കഴിയാത്ത രീതിയിൽ ഉള്ളൊരു ഊർജം നമ്മുടെ ഉള്ളിലേക്ക് പകരുന്നതിന് കാരണമാവും. ഈ മരണത്തിൻ്റെ കാരണം ആത്മഹത്യ എന്നുള്ള രീതിയിൽ രേഖപ്പെടുത്തിയിട്ട് വരുന്ന മരണങ്ങളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ അവരുടെ പേരും കാര്യങ്ങളൊന്നും പറയുന്നില്ല, അവിടെ ഒരാൾ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിൻ്റെ വൈഫും അങ്ങനെ തീരുമാനിച്ചിട്ട് എടുത്ത കാര്യമാണോ എന്നറിയില്ല. പക്ഷേ 2 കുട്ടികളുണ്ടായിരുന്നു. 2 പേരെയും അവർ പിന്നെ കൊന്നതിന് ശേഷമാണ് ഇവർ ആത്മഹത്യ ചെയ്യുന്നത്. അപ്പോൾ ആത്മഹത്യ എന്നുള്ള പേരിൽ പറയുമ്പോൾ നമ്മൾ ആ 2 പെൺകുട്ടികളുടെ മുഖത്ത് നോക്കുമ്പോൾ 9 വയസ്സും 12 വയസ്സോ അങ്ങനെ എന്തൊക്കെയാണ്, നന്നായി പഠിക്കുന്ന കുട്ടികളാണ്, സുന്ദരി കുട്ടികൾ. എങ്ങനെയാണ് മനുഷ്യൻ ഇങ്ങനെ സ്വന്തം കുട്ടികളെ കൊന്ന് ആത്മഹത്യ, നമുക്കങ്ങനെ നമ്മൾ ഒരു വല്ലാത്ത ഒരു മാനസിക അവസ്ഥയിൽ നമ്മൾ എത്തിച്ചേരും. കാരണം അവർക്കങ്ങോട്ട് മരിച്ചാൽ പോരെ, അവരെന്തിനാ ഈ കുട്ടികളെ കൊല്ലാൻ നിൽക്കുന്നത്? എനിക്ക് ജീവിക്കണമെങ്കിൽ ഞാൻ ജീവിക്കണ്ട. പക്ഷേ അവരതിന് കാണുന്ന ന്യായീകരണം, അവർ ബുദ്ധിമുട്ടും, അവർ കഷ്ടപ്പെടും. സത്യത്തിൽ ഇങ്ങനെയുള്ള ആളുകൾ പോയി കഴിഞ്ഞാൽ അവർ രക്ഷപ്പെടുകയാണ് ചെയ്യുക. അപ്പോൾ ശരിക്കും അത് കൊലപാതകമാണ്. ഇത് ഒന്നല്ല, ഒരുപാട് കേസുകളിൽ കുടുംബ ആത്മഹത്യകളിൽ നമ്മൾ കാണുന്നുണ്ട്. അത് ഈ മോഹത്തിൻ്റെ പിന്നാലെ പോയിട്ടുള്ള അതിലാണ് ഭൂരിഭാഗവും കടം അങ്ങനത്തെ ബാധ്യതകൾ വരുത്തി വെച്ചിട്ട് രക്ഷപ്പെടില്ല എന്ന് തോന്നുമ്പോൾ കുടുംബം അവർ നിരപരാധികളാണ്, അവരറിയുന്നത് പോലുമില്ല, കൊല്ലുകയാണ് വിഷം ചേർത്തിട്ടും. വേറൊരു കേസുണ്ടായി, കുട്ടികളെ കൂട്ടിയിട്ട് നമ്മുടെ ഈ അടുത്ത് പുഴയിൽ ചാടിയിട്ട് അത് വിഷവും കഴിച്ചിട്ടുണ്ട്, കുട്ടികൾക്കും വിഷം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പുഴയിൽ രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി കൈയൊക്കെ കെട്ടി. അപ്പോൾ ഇത്രയും സാഹസം മരണത്തിനോട് കാണിക്കുന്ന ആ ശ്രമം ജീവിതത്തോട് കാണിച്ചാൽ എത്രയോ ഭംഗിയായിട്ട് അവർക്ക് മനോഹരമായി ജീവിക്കാൻ കഴിയും. ഇതിൻ്റെയൊക്കെ പിന്നിൽ നമ്മൾ ആലോചിക്കുമ്പോൾ ഇതൊക്കെ യോഗഫലത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണോ അതോ സ്വയംകൃതമായ അനർത്ഥങ്ങളാണോ എന്ന് നമ്മൾക്ക് തന്നെ സംശയമാകുന്ന, അല്ലെങ്കിൽ നമ്മൾ സംശയം ചോദിക്കുന്ന ഗുരുനാഥൻ അതൊക്കെ അങ്ങനെ വരൂ, ഇല്ലെങ്കിൽ അത് അങ്ങനെയാണ്, യോഗഫലമാണെന്ന് പറയും. ഇങ്ങനെയുള്ള രസകരമായ, അല്ലെങ്കിൽ നമുക്ക് എത്ര ആലോചിച്ചാലും അതിന് ഉത്തരം കിട്ടാത്ത, സംശയം മാത്രം ബാക്കി നിൽക്കുന്ന അനുഭവങ്ങൾ അത് ഈ ഇവിടെ വരുന്ന ഓരോ കേസിലുമുണ്ട്. കാരണം നമ്മൾ മൂപ്പെത്തിയിട്ട് പഴുക്കുക എന്ന് പറയില്ലേ, അതുപോലെ കാലം വന്നിട്ടുള്ള ആ സമയമായിട്ടുള്ള മരണം, അത് എല്ലാ മരണങ്ങളും അങ്ങനെയാണെന്ന് എൻ്റെ വേറൊരു ഗുരുനാഥൻ പറഞ്ഞു. അത് നമ്മളുടെ തെറ്റിദ്ധാരണയാണ്. എല്ലാ മരണവും കാലം എത്തിയിട്ട് തന്നെയാണ്.
അത് നമ്മൾ കാണുന്നതിൻ്റെ കുഴപ്പമാണ് പറഞ്ഞു. ഇതിൽ സത്യത്തിൽ ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് അറിയാത്തൊരവസ്ഥയും കൂടി ഉണ്ട് ഇതിൽ. ഈ അനാഥ മൃതശരീരങ്ങൾ വരാറുണ്ട് ധാരാളം. ആരുമില്ലാതെ ഈ പോലീസോ ഇല്ലെങ്കിൽ സന്നദ്ധ സംഘടനകളൊക്കെ അനാഥാശ്രമങ്ങളിൽ പോലീസിനെ അറിയിച്ച് കൊണ്ടുപോയി വിടുന്നവർ മരിക്കുമ്പോൾ മൃതശരീരം ഏറ്റുവാങ്ങുന്നതിനൊന്നും ആരും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള അടുത്ത പ്രദേശങ്ങളിലെ ഒരുപാട് കേന്ദ്രങ്ങളുണ്ട്. അവിടുന്ന് എന്നും പറഞ്ഞ പോലെ ആരെങ്കിലുമൊക്കെ മരിച്ചിങ്ങനെ വരും. അത് വേറൊരു അനുഭവമാണ്. കാരണം ഇവരാരും അനാഥരൊന്നുമല്ല, അനാഥരായി പോണതാണ്. പിന്നെ ഈ മെഡിക്കൽ കോളേജുകളിൽ അതുപോലുള്ള കേന്ദ്രങ്ങളിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് കൃത്യമായ വിലാസം പോലും ഇല്ലാതെ, പേരോ അഡ്രസ്സോ പോലും ഇല്ലാതെ ഹോസ്പിറ്റലിൽ കടന്ന് മരിച്ചിട്ട് അവർ മോർച്ചറി സൂക്ഷിച്ച് പത്രത്തിൽ പരസ്യം ചെയ്ത് ആരും വരാതില്ലാതെ പോലീസുകാരും അവരും പിന്നെ ആംബുലൻസിൻ്റെ ആളുകളും ചേർന്ന് ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. ഈ അനാഥരായിട്ടുള്ള ആളുകളുടെ മൃതശരീരത്തിൻ്റെ എണ്ണം ശരിക്കും ഇപ്പോൾ കൂടുകയാണ്. മൃതശരീരം ഏറ്റുവാങ്ങുന്നതിന് പോലും ആളില്ലാതെ വരുന്ന സമയത്ത് സംസ്കാരത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി അവർ നമ്മളെ വിളിക്കുമ്പോൾ ഇന്ന പേരാണ് പോലീസ് പിന്നെ ഇവിടെ കൊടുന്നു വരുന്ന സമയത്ത് രജിസ്റ്ററിൽ എഴുതിയത്, അത് അവർ പറഞ്ഞു കേട്ട പേരാണ്. അപ്പോൾ പേര് പോലും കൃത്യമായിട്ട് അറിയാത്ത അങ്ങനത്തെ മരണങ്ങളുണ്ട്. ഈ മരണങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ ബന്ധുക്കളെ അന്വേഷിക്കാൻ ബന്ധുക്കളും ഇല്ല. അപ്പോൾ എങ്ങനെയും വേഗം ഇത് സംസ്കരിക്കണം. പക്ഷേ എല്ലാ ചടങ്ങുകളോടും കൂടി തന്നെയാണ് ആളുള്ളതാണെങ്കിലും ആളില്ലാത്തതാണെങ്കിലും അനാഥനാണെങ്കിലും ഇവിടെ സംസ്കാരക്രിയകൾ നടത്താറുണ്ട്. ഞാൻ 5 ലക്ഷത്തിൽ കൂടുതൽ മൃതദേഹങ്ങൾ സംസ്കരിച്ചു എന്നുള്ളതാണ് കണക്ക്. അത് ഏതോ ഒരു ഈ വേൾഡ് റെക്കോർഡ്സിലേക്ക് ചേർത്തണം എന്ന് പറഞ്ഞിട്ട് ലിംക ബുക്കോ അങ്ങനെ എന്തോ ഒരു ഗ്രൂപ്പ് വന്നിട്ട് കുറേ രജിസ്റ്ററും കാര്യങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചപ്പോഴാണ് എനിക്ക് തന്നെ ഇത്രയും കേസുകൾ അത് റെക്കോർഡുള്ളത്. റെക്കോർഡില്ലാതെ ഇത് ഞാൻ തുടർന്ന് ചെയ്യോ ഇല്ലയോ എന്നറിയാത്ത കാലത്ത് ഇതൊന്നും ഒരു കണക്കും വെച്ചിട്ടില്ല. കുറേ വർഷം കണക്ക് വെച്ച കാലം പോലും ഇങ്ങോട്ട് പിന്നെ 2010, 2011 ഹൈക്കോടതി കേസ് ഉണ്ടായിരുന്ന സമയത്ത് ഈ രേഖകൾ സൂക്ഷിക്കുകയും കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യേണ്ട സമയത്താണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത്രയേറെ ബോഡികൾ നമ്മൾ സംസ്കരിച്ചു എന്ന്. ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനം.